ചൈനയിൽ ഭീതി പരത്തുന്ന HMP വൈറസ് ബാധ ഇന്ത്യയിലും സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ആദ്യ കേസ് ബംഗളൂരുവിലാണ് സ്ഥിരീകരിച്ചത്. മഹാരാഷ്ട്ര, ഡൽഹി സർക്കാരുകൾ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കിരൺ ബാബു വിവരങ്ങളുമായി. കിരൺ, ഈ HMP വൈറസ് എന്ന് പറയുന്നത് 2000 തൊട്ടേ എല്ലായിടത്തുമുണ്ട്. പക്ഷേ അത് പലപ്പോഴും വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കാറില്ല. ഇത്തവണ ചൈനയിൽ ഇങ്ങനെ ഒരു വൈറസ് ബാധ വന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു വലിയ ആശങ്ക വരുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ സ്ഥിരീകരിച്ച കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, കഴിഞ്ഞ കുറച്ച് ദിവസമായി HMP വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ നിലനിൽക്കുകയാണ്. പ്രധാനമായും ചൈനയിൽ ഈ വൈറസ് ബാധ ശക്തമാണെന്നും അത്തരം റിപ്പോർട്ടുകളൊക്കെ പലതരത്തിൽ വരുന്നുണ്ട്. ഔദ്യോഗികമായി അങ്ങനെ ഒരു സ്ഥിരീകരണമോ അല്ലെങ്കിൽ അത്തരം വാർത്തകളോ വന്നിട്ടില്ലെങ്കിലും അവിടെ HMP വൈറസ് ബാധ ഇന്ത്യയിലേക്കും എത്താൻ സാധ്യതയുണ്ട് എന്നുള്ള മുൻകരുതലുകളൊക്കെ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി അടക്കം അത്തരം വിഷയങ്ങൾ പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. എന്തായാലും ഇപ്പോൾ ബാംഗ്ലൂരുവിലാണ് 8 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനാണ് HMP വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ കുഞ്ഞ് ഏതെങ്കിലും തരത്തിൽ വിദേശത്ത് യാത്ര ചെയ്തതിൻ്റെ മറ്റ് രേഖകളോ അങ്ങനെയൊന്നും യാത്ര ചെയ്തിട്ടില്ല. അവിടെ തന്നെ ഉണ്ടായിരുന്ന കുഞ്ഞാണ്. അതിനാണ് ഈ വൈറസ് ബാധ ഉണ്ടായിരിക്കുന്നത്. ഔദ്യോഗികമായി തന്നെ കർണാടക സർക്കാർ ഇത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തെ ഈ വൈറസ് ബാധ സ്ഥിരീകരിച്ച വിവരം അറിയിച്ചിട്ടുണ്ട്. തൽക്കാലം ആശങ്കയ്ക്ക് വകയില്ല എങ്കിലും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട ഒരു സന്ദർഭം കൂടിയാണിത്. ശരി, കിരണാണ് വിവരങ്ങൾ നൽകിയത്. HMP വൈറസ് സാധാരണഗതിയിൽ അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ല. പക്ഷേ ഗർഭിണികളിൽ, കുട്ടികളിൽ, പ്രായമായവരിൽ, രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിലൊക്കെ അത് ബ്രോങ്കൈറ്റിസോ ന്യൂമോണിയോ ആയി മാറും എന്നതുകൊണ്ടാണ് അതിൽ അതീവ ജാഗ്രത വേണം എന്ന നിർദ്ദേശം ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. എന്തായാലും ഇന്ത്യയിൽ ആദ്യത്തെ കേസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അത് ബംഗളൂരുവിൽ 8 മാസം പ്രായമായ ഒരു കുഞ്ഞിലാണ്.